തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി സ്ഥിരീകരിക്കുന്നു KPCC നേതൃത്വം. ഇന്ന് 12:57 പരാതി KPCC അധ്യക്ഷന് ലഭിച്ചത്. നേതാക്കളുമായി കൂടിയാലോചിച്ച് തുടർ നടപടി എന്നതാണ് KPCCയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് അലക്സ് റാം മുഹമ്മദ് നൽകുന്ന വിവരം. അതിലും ഇന്ന് ഉച്ചയ്ക്ക് 12:57 ഈ യുവതി രണ്ടാമതൊരു പരാതിയാണ്, അതായത് വെളിപ്പെടുത്തലിനപ്പുറത്തേക്ക് രണ്ടാമതൊരു പരാതി വരുന്നു. ഈ പരാതി പോലീസിലേക്കല്ല പോയിരിക്കുന്നത്, പക്ഷേ ക്രൈംബ്രാഞ്ചിന് ഈ യുവതി വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. KPCC നേതൃത്വത്തിനാണ്. പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ KPCC അധ്യക്ഷന് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സണ്ണി ജോസഫിന് നേരിട്ട് അയച്ചിരിക്കുകയാണ് മറ്റൊരു യുവതിയുടെ പരാതി. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, പരാതി കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്നു. ഇനിയിപ്പോൾ പാർട്ടിക്ക് പരാതിയൊന്നും ലഭിച്ചില്ല, പാർട്ടി എടുക്കേണ്ട നടപടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിന്ന നേതൃത്വത്തിന് സമ്മർദ്ദമാണ്. ഇനി എന്ത് നടപടി, അടുത്ത ഘട്ടം നടപടി എടുത്തേ കഴിയൂ എന്ന നിലയിലേക്ക് പോവുകയാണ്. ഗോകുല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരാതികൾ ലഭിച്ചിട്ടില്ലല്ലോ, അതല്ല എങ്കിൽ തലയും വാലും ഇല്ലാത്ത പരാതികളാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ്, അത്തരത്തിലൊരു കാര്യത്തിലൊരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല, അങ്ങനെ ഒഴുക്കൻ മറ്റുള്ള മറുപടികളാണ് ഒട്ടുമിക്ക എല്ലാ നേതാക്കളും തന്നിരുന്നത്. ഈ പുറത്തു വന്ന, അതായത് നേരത്തെ അതിജീവിതയുടെ പുറത്ത് വന്ന ശബ്ദ സംഭാഷണം പോലും AI ശബ്ദം എന്നാണ് UDF കൺവീനർ കൂടിയ അടൂർ പ്രകാശ് അന്ന് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അത്തരത്തിൽ ഇനി പാർട്ടി നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായ ഒരു പരാതി ലഭിച്ചില്ലല്ലോ എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ യുവതിയുടെ പരാതി, ഇപ്പോൾ ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരെ നൽകിയ മെയിൽ മുഖേന കോൺഗ്രസ് നേതൃത്വത്തിന്, KPCCക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയതായി ഘട്ടത്തിലാണ് പുറത്തു വരുന്നത്. ആ പരാതി സ്ഥിരീകരിക്കുന്നു KPCC എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷന് 12:57 ഇന്ന് ആ പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിക്കാം എന്നത് KPCCയുടെ ഔദ്യോഗിക തീരുമാനമായി ആ തീരുമാനം പുറത്തു വരും. അത് എന്ത് നടപടി സ്വീകരിക്കാമെന്നുള്ളത് നേതാക്കൾ കൂടിയാലോചിച്ച് തീരുമാനിക്കാം എന്നുള്ളതാണ് KPCCയുടെ ഭാഗമായി മറ്റു മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അത്തരത്തിൽ ആ തരത്തിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് ഈ പരാതി പോലീസിന് കൈമാറേണ്ടതുണ്ടോ, അതല്ല എങ്കിൽ രാഹുലിനെതിരെ മറ്റു തുടർ നടപടികൾ ഏതെങ്കിലും എടുക്കേണ്ടതുണ്ടോ, പാർട്ടി തലത്തിൽ മറ്റു നടപടികൾ ഏതെങ്കിലും എടുക്കേണ്ടതുണ്ടോ, അങ്ങനെയെങ്കിൽ അതെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേതാക്കൾ കൂടിയാലോചിക്കുമെന്നാണ് KPCCയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഈ KPCCയെ സംബന്ധിച്ചും നേതാക്കളെ സംബന്ധിച്ചും ഇത് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതുപോലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ച കടുത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചതെന്ന സന്ദേശമാണ് പൊതുവിൽ കോൺഗ്രസ് നേതാക്കൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ പരാതി ഇല്ലല്ലോ എന്ന ആ മറുപടിയും അവർ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പരാതി കൂടി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരുന്നു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലേക്ക് പോലും ആ പരാതി എത്തുന്നു. ആ പരാതിയിന്മേൽ കോൺഗ്രസിന് ഇടപെട്ടേ മതിയാകൂ, കോൺഗ്രസിന് അതിൽ ഉചിതമായ നടപടി സ്വീകരിച്ചേ മതിയാകൂ. മനസ്സിലാക്കുന്നത് നിയമപരമായ വഴി കോൺഗ്രസിൽ തേടേണ്ടി വരും. അതായത് ആ പരാതി പോലീസിന് കൈമാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ തരത്തിലേക്കായിരിക്കും കൂടിയാലോചനയ്ക്ക് ശേഷം KPCCയുടെ തീരുമാനം വരിക. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.